പ്രജിത, ഈ ആണവായുധത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. എന്താണ് അത്ര കണ്ട് വലിയ പ്രശ്നം ഈ കാര്യത്തിൽ? ഇസ്രായേലിന് ഭീഷണിയായി ഇറാൻ ആണവായുധം സംഭരിച്ചിട്ടുണ്ടോ? അത് പറയുമ്പോൾ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. നമ്മുടെ ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ റൂവൻ അസാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്രായേലിനും ലോകത്തിനും ഭീഷണിയായ ഇറാന്റെ ആണവായുധങ്ങളും ബലിസ്റ്റിക് മിസൈലുകളുമാണ് ഈ ആക്രമണത്തിന് വഴിവെച്ചത് എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ ഒരു ജൂതൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ലോകത്തിന് മൊത്തം ഹാനികരമായ ഒരു കാര്യമാണ്. അതായതുകൊണ്ടാണ് അവർ ആക്രമിച്ചത് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നെതന്യാഹുവും പറഞ്ഞിട്ടുള്ളത്. ഇതേ സ്റ്റേറ്റ്മെന്റ് ആണ് ഇസ്രായേൽ ലോകത്തിന് മൊത്തം ഭീഷണിയാവും. ഇറാൻ നമ്മളോട് ടൈപ്പായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ചബഹാർ പോർട്ടിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങൾ നയതന്ത്രപരമായിട്ടൊക്കെ നമ്മൾ പോകുന്നത് കൊണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് ഭീഷണിയില്ല. പക്ഷെ ഒരു വേള തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി തരും, നമുക്ക് പണി തരും. പണി തരില്ല എന്ന് പറയാൻ നമ്മുടെ അമ്മാവന്റെ മോനൊന്നും അല്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതെ, അതല്ല. അതുപോലെ അവരുടെ ചിന്താഗതി, ഇവർ സുന്നിയും ഷിയയും തമ്മിൽ പോലും അടിയാണ്. അപ്പൊ പിന്നെ മറ്റൊരു രാജ്യം, മറ്റൊരു മതവിഭാഗം എന്നൊക്കെ പറയുമ്പോൾ ജൂതന്മാരോടുള്ള പക പിന്നെ മറ്റു കാര്യങ്ങളും ഉണ്ട്. എന്നിരുന്നാൽ പോലും മറ്റു മതവിഭാഗങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് അവർക്ക് എത്രത്തോളം ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒന്നിച്ചു അവർ പറയുകയാണ് ഇന്ത്യയെ ഇല്ലാതെയാക്കണം. ഒരു അണുബോംബ് അങ്ങോട്ട് ഇട്ടേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രിക്ക് രാത്രി പകലിന് പകല് അവര് കൊണ്ടുവന്ന ഒരു അണുബോംബ് ഇട്ട് കഴിഞ്ഞിട്ട് അയ്യോ നമുക്ക് തിരിച്ചടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടി നടന്ന തന്നെ. അത് ഇട്ടിട്ട് പിന്നെ നമുക്കൊന്നും പറയാനില്ല. ഇപ്പൊ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ഇറാനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ ഇറാനെ അനുകൂലിച്ചോട്ടെ. എല്ലാ രാജ്യത്തിനും അതിൻ്റെതായ പരമാധികാരമുണ്ട്, അവർക്ക് നിഷ്പക്ഷമായി തീരുമാനമെടുക്കാം. പക്ഷേ ഇവർ ഇന്നല്ലെങ്കിൽ നാളെ ഇറാൻ നമുക്കൊരു ഭീഷണിയായി മാറുമെന്ന് മനഃപൂർവ്വം മറന്നുകൊണ്ട് സംസാരിക്കുന്നവരാണ്. 9 അണുബോംബ് അല്ലെ, ആണവ ബോംബുകൾക്കായി 9 അല്ലെങ്കിൽ 10 അണുബോംബുകൾക്കായുള്ള കാര്യങ്ങളാണ് അവർ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ഈ 9 എണ്ണത്തിൽ ഒരെണ്ണം ഇട്ടാ പോരെ? ഇതിന്റെ വ്യാപ്തി ഈ ലോകത്ത് മുഴുവനിൽ നിന്ന് മാറാൻ എത്രയോ കാലങ്ങൾ എടുക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഇസ്രായേൽ പറയുകയാണ് ഇറാനിൽ രഹസ്യമായിട്ട് ബലിസ്റ്റിക് മിസൈലുകളിൽ ഈ ആണവായുധം കൂട്ടിച്ചേർക്കുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അണുവായുധം ഉണ്ടാക്കുക മാത്രമല്ല ഇത് കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു ബലിസ്റ്റിക് മിസൈൽ വർഷിച്ചാലും മതി. തീർച്ചയായിട്ടും ഒരെണ്ണം മതി പണി തരാൻ. ഇല്ലേ, പണി തരാൻ നഞ്ചന്തിന നാനാഴി എന്ന് പറയുന്നത് പോലെ അല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അത്രയും അലർട്ടായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ പിടിച്ചത്. അപ്പോ ഈ പറയുന്നത് പോലെ ഈ ഒരു ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ കൊച്ചു രാജ്യമാണ്. ഇസ്രായേൽ നമ്മുടെ ഹരിയാനയുടെ പകുതി അല്ലെങ്കിൽ മിസോറാമിന്റെ വലിപ്പമുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 94 ലക്ഷം മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ. ആ ജനസംഖ്യയുള്ള രാഷ്ട്രമാണ് 8 കോടി ജനസംഖ്യയുള്ള ഒരു വലിയ രാജ്യത്തോട് മല്ലടിക്കുന്നത്. പിടിച്ചു നിൽക്കാം. അതെ, പിടിച്ചു നിൽക്കാൻ നോക്കുക, ചെറുത്ത് നിൽക്കുന്നത്. അവർ നാളെ ഞങ്ങൾക്ക് ഭീഷണിയാവുമെന്നുള്ളൊരു ദീർഘവീക്ഷണത്തിലാണ് അവരുടെ പ്രവൃത്തി. അപ്പോ ആയിരക്കണക്കിന് ആണവ ബലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് ഇത് മാറും. അവർ പറയുന്ന വാദം ശരിയല്ലേ? ഇന്നിപ്പോ അവർ ചെയ്തില്ല, ഇത്രയും ദിവസം ചെയ്തില്ല. ഇത്രയും ദിവസം ഒരു കൊലയാളി ഇത്രയും ദിവസം നല്ലവനായിരുന്നു, നാളെ അയാൾ കൊല്ലില്ല എന്നു വല്ല ഉറപ്പുണ്ടോ? അതിന് സാധ്യതയുണ്ട്. അതെ, ഈ അതായത് ഹമാസുമായിട്ടുള്ള യുദ്ധം നടക്കുന്നതിനിടയിൽ ഇറാൻ ഹിസ്ബുള്ളയെ കൊണ്ട്, അവരുടെ പ്രോക്സി ആയിട്ടുള്ള ഹിസ്ബുള്ളയെ കൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഇറാൻ മിസൈൽ വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇറാൻ മിസൈൽ വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഇറാൻ ഇസ്രായേലിന് നേരെ അടിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതൊന്നും ചിന്തിക്കാതെയാണ് മറ്റുള്ളവർ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ പറയുന്നത് പോലെ ഈ വർഷം ഏപ്രിലിലും കഴിഞ്ഞ ഒക്ടോബറിലും 300ഓളം ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ. 100-ലധികം ഡ്രോണുകൾ തന്നെ വിക്ഷേപിച്ചിട്ടുണ്ട്.
പിന്നെ പറയുന്നത് സമാനമായ ആക്രമണം മുൻകൂട്ടി കാണുന്നു എന്നുള്ളതാണ്. നമുക്കൊരാളിൽ നിന്ന് അടി കിട്ടി, നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മുൻകരുതൽ എടുക്കും. ഒരു മുൻകരുതൽ എടുക്കും. എടുത്തില്ലെങ്കിൽ മനുഷ്യനല്ല, പ്രിവെൻഷൻ എടുക്കേണ്ടി വരും. അപ്പോ ഈ സമീപകാലത്ത് ഇറാൻ ആയിരക്കണക്കിന് ബലിസ്റ്റിക് മിസൈലുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 3 വർഷത്തിനുള്ളിൽ 10,000-ഉം 6 വർഷത്തിനുള്ളിൽ 20,000-ഉം ബലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി അവർ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി ഇസ്രായേലിന്. അതായത് ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, മൊസാദ് അവിടെ ടെഹ്റാനടുത്ത് ഈ ഡ്രോൺ വിക്ഷേപണത്തിനുള്ള ഒരു കേന്ദ്രം തന്നെ അവിടെ സജ്ജീകരിച്ചു. മൊസാദ് അവിടെ ചെന്നിറങ്ങി ഇതിനുള്ള കേന്ദ്രം തന്നെ സജ്ജീകരിച്ചു. അപ്പൊ മൊസാദ് അവിടെ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ തന്നെയല്ല ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട്. അപ്പൊ അത്തരത്തിൽ വിവരങ്ങൾ കിട്ടുമ്പോൾ പിന്നെ കൈയും കെട്ടി നോക്കിയിരിക്കില്ലല്ലോ എന്തായാലും ഈ ആക്രമിക്കാൻ വരുമ്പോഴത്തേക്ക് ജീവൻ രക്ഷ നമുക്ക് ആവശ്യമാണ്. അതവർ ചെയ്യുക തന്നെ ചെയ്യും. കാര്യം ഇന്റലിജൻസിനേക്കാൾ ഒരു മൊസാദിനെ പോലത്തെ ഒരു വലിയ രഹസ്യാന്വേഷണ വിഭാഗം കൊടുക്കുന്ന റിപ്പോർട്ട് ഒരിക്കലും മോശമല്ല, അത് സത്യമായിരിക്കും. അതല്ല, ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് മൊസാദിൽ നിന്ന് കിട്ടുന്ന വിവരം തന്നെയായിരിക്കും. അതല്ലാതെ വഴിയില്ലല്ലോ. അപ്പോ 1 ടൺ ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഇത്തരം ബലിസ്റ്റിക് മിസൈലുകൾ കൈവശം വയ്ക്കുന്ന റാഡിക്കൽ ഭരണകൂടം ലോകത്തിന് ഭീഷണിയാണ് എന്ന് പറയുന്നത്. 1 ടൺ ആണവ പോർമുന, 1 ടൺ എന്ന് പറയുമ്പോൾ എന്തായി? ഒരു ലോകത്തെ ഇല്ലാതെയാക്കാനുള്ള അത്രയും അവർ സംഭരിച്ചു വെക്കുകയാണെങ്കിൽ ഒരു നല്ല നഗരത്തെ മൊത്തത്തിൽ മുച്ചൂട് മുടിക്കും. ഒരു ലോകത്തെ തന്നെ മുച്ചൂട് മുടിക്കില്ലേ? ആ മുച്ചൂട് മുടിക്കുന്ന രീതിയിലേക്കാണ് ഇവർ പോയിരിക്കുന്നത്. അപ്പോ ഈ പറയുന്നത് പോലെ തന്നെ ഇതിനെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇന്ന് 6ാം വട്ട ചർച്ച US-ഉമായിട്ട് നടക്കേണ്ടതാണ്. എന്തായാലും ആ ചർച്ചയ്ക്ക് ഇല്ല എന്നുള്ളത് ഖൊമേനി അറിയിച്ചിട്ടുണ്ട്. ഇനി ആ ചർച്ചയ്ക്കൊന്നും ഞങ്ങളില്ല എന്ന് ഖൊമേനി അറിയിച്ചിട്ടുണ്ട്. അപ്പോ ഈ ചർച്ചയിൽ കാര്യമില്ല എന്നുള്ളത് എന്തായാലും ട്രംപിനും വിവരം കിട്ടിയിട്ടുണ്ട്. ഇത്രയും ദിവസം നടത്തിയ ചർച്ച ഇതിൽ ഒരയവും വന്നിട്ടില്ല. രണ്ടുപേർക്ക് ഒരാൾക്ക് തലയ്ക്കകത്ത് കേറിയിട്ടില്ല കാര്യം. ഇല്ല, ഒരു തരത്തിലും ഇവർ എന്താ പറയാ മനസ്സിലാക്കുന്ന രീതിയിലല്ല പോകുന്നത്. അവർ പറയുന്നത് ഇപ്പോ ഈ ആണവോർജ ഏജൻസി അവര് 20 വർഷത്തോളം ഇവര് സഹകരിച്ചു പരിശോധനകൾക്ക്. അത് കഴിഞ്ഞ് ഈ ഇറാൻ സഹകരിക്കുന്നില്ല. സഹകരിക്കാത്തത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ 3ാമതൊരെണ്ണം ആണവ നിലയം കൂടി പ്രവർത്തന സജ്ജമാക്കാൻ പോകുന്നു, പഴയ സെൻട്രിഫ്യൂജുകൾ ഞങ്ങൾ പുതുക്കാൻ പോകുന്നു എന്നാണ് പ്രഖ്യാപിച്ചത്. അതെ. അപ്പൊ പിന്നെ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അതെ, അത് ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്. ഇപ്പൊ ഒരു പ്രകോപനവും ഇല്ലാതെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്നുള്ളതാണ് നമ്മുടെ മാപ്രകളെല്ലാം കിടന്ന് കരഞ്ഞു കൂവിക്കൊണ്ടിരിക്കുന്നത്. സത്യാവസ്ഥ അത് മറച്ചു പിടിക്കുകയാണ്. അത് മറച്ചു പിടിക്കുന്നതാണ്. അങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയായ നിലപാടല്ലല്ലോ. ഇപ്പൊ ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ ഉള്ളിൽ പോലും ഇവർ ആണവ ബോംബുകളും ആണവായുധമൊക്കെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള എന്താ പറയാ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും. അത് ഏത് സമയത്ത് ഇവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതൊരു രാജ്യത്തിന്റെ തീരുമാനമാണ്. അതെ, ഇതൊന്നും പറയാൻ ഹമാസ് ഒരു ദിവസം ഒന്നുമില്ലാതെ ഒരു ഒക്ടോബർ 7-ന് ഹമാസ് വെറുതെ ഇടിച്ചു കയറി ചെന്നിട്ടാണ് ആ നാശം മുഴുവൻ വിതച്ചത്. ഇപ്പൊ തീർന്നു എന്ന് പറഞ്ഞാൽ തലപ്പത്ത് ആരുമില്ലാത്ത ഒരു അവസ്ഥയിലെത്തി. എന്തായാലും അതെ. അപ്പൊ ഈ പറയുന്നത് പോലെ ആണവായുധങ്ങളും ബാലിസ്റ്റിക് മിസൈലും ഒക്കെ ആക്രമണത്തിന് വഴിതെളിച്ചത് എന്നുള്ളത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ ആണ്. അപ്പൊ അദ്ദേഹം അത് മാത്രമല്ല മറ്റൊരു കാര്യം പറഞ്ഞു. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് സ്വയം പ്രതിരോധത്തിനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രതിരോധമായിരുന്നു എന്നുള്ളത് ഇസ്രായേൽ തിരിച്ചറിയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ അംബാസിഡർ ആദ്യം പറഞ്ഞ ഒരു എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഇസ്രായേലിനും ലോകത്തിനും ഭീഷണിയായി ഇറാന്റെ ആണവായുധങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും
മാറിയത് കൊണ്ടാണ് ആക്രമണത്തിന് വഴിവെച്ചത്. പോയിന്റ്. അതെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇന്ത്യ പ്രതിരോധിച്ചതാണ് എന്ന് മനസ്സിലായത്. അവർ ഈ ഒരു കൊച്ചു രാജ്യം ഇക്കണ്ട നാള് മുഴുവൻ സ്വയം പ്രതിരോധിച്ചുകൊണ്ടാണ് നിലകൊണ്ടത്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നു എന്നുള്ളത് തന്നെയാണ്.